നമ്മളെ ഈ പുഴയിലൂടെ ഇതിനോടൊക്കെ ഒരു ആന ഒഴി വരുന്നുണ്ട്, ഒരു കുട്ടിയാന. കഴിഞ്ഞ ദിവസം പേപ്പറിലല്ല യൂട്യൂബ് ചാനൽ പേപ്പറിലുണ്ടായിരുന്നു അല്ലേ? മീൻതുള്ളി പാലമില്ലേ, അവിടുന്ന് എടുത്ത വിട്ടിട്ട് അമ്മ കിട്ടിയത്. അത് ബോഡി അവരെടുത്ത് കൊണ്ടുപോയിട്ട് അത് പോസ്റ്റ്മോർട്ടം ചെയ്തോ? പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടതല്ലേ? അത് മറവ് ചെയ്തല്ലേ? അതിന് അവിടെ നിക്കാൻ പറ്റുമോ? ആന എന്താ ചർച്ച തന്നെയല്ലേ ഉള്ളു നാട്ടില്. എനിക്കന്ന് മരം വെട്ടി നിൽക്കൊന്നും പറ്റിയിട്ടല്ലോ. എന്നും പറയണ്ട എന്നെ ലക്ഷ്മേട്ടാ, ഈച്ച ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അതല്ലേ കാരണം നമ്മൾ ആ സൈഡിൽ വെച്ചിരുന്ന ബൈക്കിന്റെ മുകളിലോട്ട് വീണു, ഒരു സ്കൂട്ടറിന് നല്ല പരിക്ക് പറ്റി. അതിലൊക്കെ അത് പിന്നെ അങ്ങനെ പരിക്ക് വരുന്നത്. ആ ഓട്ടോറിക്ഷ ഓടിക്കാൻ വന്ന തങ്കഞ്ചേട്ടൻ ആ വണ്ടിയും കൊണ്ടൊന്ന് പോയി. പക്ഷെ ആ ഒരു സെക്കൻഡ് നേരം ഉണ്ട്, അയാൾ ആ കാറ്റ് വരുന്നോണ്ട് ഒരു വണ്ടി എടുത്ത് അപ്പുറത്തോട്ട് മാറ്റി വെച്ചു. ഇല്ലെങ്കിൽ കറക്റ്റ് ആ തല അടി, ആ മൂടുഭാഗം വന്ന് അടിച്ച ആ ഓട്ടോറിക്ഷ അതേ സാധനം ഞാൻ പിന്നീട് അറിയാൻ സംഭവം. പക്ഷെ ആ കാറ്റ് ഈ പ്രദേശത്ത് മാത്രം നമ്മൾ അങ്ങോട്ട് ഉണ്ടായിട്ടില്ല. അത് ഒരു ചെറിയ സമയം കൊണ്ട് അവിടുന്ന് രൂപപ്പെട്ടിട്ട് വന്ന് ആ കമ്പ് ഒടിച്ചിട്ട് മരം ഒടിച്ചിട്ട് അങ്ങ് പോയി. അല്ലെങ്കിൽ ഇപ്പൊ റോഡ് സൈഡ് കംപ്ലീറ്റ് മരങ്ങളല്ലേ, ഒരു കൊമ്പും വെട്ടാണ്ടിരിക്കുന്നത്. എത്ര സ്ഥലത്ത് ഡേഞ്ചർ അവസ്ഥയുണ്ട് അറിയോ? ഇപ്പോഴത്തെ കാര്യമുണ്ടല്ലോ, പിന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം നിന്നിട്ട് അവിടെ മാത്രം അല്ല, അത് ഈ കൊമ്പ് ഓർത്തുവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ആ സംഭവമായിട്ട് നേരെ പോയത് പഞ്ചായത്തിലാണ്. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ നിന്നുള്ള നമ്മുടെ സുഹൃത്തുക്കൾ അവരെ ഞങ്ങളവിടെ പഞ്ചായത്തിൽ ചെന്നപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, പഞ്ചായത്തുകാർ പറഞ്ഞു അത് ഞങ്ങളുടെ പഞ്ചായത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല, അവരിങ്ങനെ തടവ കൈമലത്തി. പഞ്ചായത്തല്ല, അത് PWD ആണ്. PWD ആണ് അതിന്റെ കാര്യം ചെയ്യുന്ന പറഞ്ഞു. നിയമോശം അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ എന്ത് കാണിച്ചു ചോദിച്ചാൽ PWD എഞ്ചിനീയറെ വിളിച്ചു. ഈ നമ്മളാ അന്ന് നമ്മുടെ ചാനലെടുത്ത വിഷ്വൽ എടുത്ത് നമ്മൾ അവർക്ക് ഇട്ടുകൊടുത്തു. അയാൾ വന്നു. അയാൾ വന്നിട്ട് പറഞ്ഞത് ഞങ്ങളുടെ കസ്റ്റഡിയിൽ ആരും വെട്ടുകാരില്ല, മരം വെട്ടുകാർ ഞങ്ങളുടെ കസ്റ്റഡിയിലില്ല, നിങ്ങൾ ആളെ കൂട്ടി വെട്ടിക്കോ, പൈസ PWD മരം വെട്ടുകാരുടെ റെക്കോർഡേജ് എടുക്കേണ്ടി വരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അതല്ല അതിന്റെ അത് രസം. ആ സമയത്ത് നമ്മൾ ഈ മഴക്കാലത്ത് മരത്തെ കയറുന്ന ആൾക്കാര് നമ്മുടെ ആരോ മരം കയറുകാർ കുറച്ചുപേരെ നോക്കി. എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്ത് വന്ന് കൊത്താന്നെല്ലാം പറഞ്ഞ് കയറാൻ നോക്കി, വഴുക്കലാന്നും പറഞ്ഞ് കയറാൻ പറ്റിയില്ല, പുള്ളി ഇറങ്ങി വന്നു. വേറെ ഒരാളെ പറഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച കൊത്തുന്നു ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. കൊത്തുവോ ഇല്ലയോ എന്നുള്ളതല്ല അവിടെ പ്രശ്നം. ഇതെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലാണ് ആൾക്ക്. കാരണം ആ കാക്കഞ്ചാലിൽ ആ കവലയുടെ ഒരു പ്രത്യേകത, കാക്കഞ്ചാല് മാത്രമല്ല എവിടെയാണെങ്കിലും ആൾക്കാർ കൂടുന്ന ഏരിയ. ഇപ്പൊ എന്റെ ഷോപ്പിലോട്ട് വീണെന്നോ ഇരിക്കട്ടെ, ആ എന്റെ അവിടെ നിൽക്കുന്ന വലിയൊരു മരമുണ്ട്, അത് മറിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് വീണാലോ ആ ലൈന് കാര്യങ്ങൾ മൊത്തം പോകും. അതെ, അതല്ല അറിയാം. ഇതിപ്പം നമ്മുടെ മച്ചിയിൽ സ്റ്റോപ്പില്ലേ, അവിടെ ഇതേപോലത്തെ വൻമരങ്ങളുണ്ട്. ആരെങ്കിലും ബസ് കയറാൻ നിൽക്കുക, എന്തെങ്കിലും പറ്റിക്കഴിയുമ്പോ ഇവര് കണ്ണുറക്കല്. പിന്നെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. അതിന് വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഈ പരിസ്ഥിതിവാദികൾ എന്ന് പറഞ്ഞൊരു പ്രത്യേക വിഭാഗമുണ്ട്, എല്ലാ നാട്ടിലും ഉണ്ട്. ഇത് മരം കൊത്താൻ വേണ്ടി പോയി കഴിഞ്ഞാല് അവരതിന് കെട്ടിപ്പിടിച്ചിട്ട് ആളുകൾ കിടക്കും. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് മരം നമ്മൾ മൂടെ മുറിക്കാൻ പറയുന്നില്ല. നമ്മൾ എന്തിനാണ് തണൽ മരമാണ്. നമ്മുടെ ചെറുകിട മേഖലയെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ അല്ലെങ്കിൽ അതുപോലുള്ള മേഖലകൾ ശ്രദ്ധിച്ചോ, മരങ്ങളെല്ലാം ഒരു 50, 60 അല്ലെ 100 വർഷം പഴക്കമുള്ള മരങ്ങളാണ്. അത് വൻമരങ്ങളാണ്. ഈ മരങ്ങളെ കാലോചിതമായി വെട്ടിയൊതുക്കി, കാര്യം എന്താ പറയുക, അതിന്റെ എരമ്പെല്ലാം വെട്ടിയൊതുക്കി ഒരു 6 അടി 7 അടി പൊക്കത്തില് തണലെന്ന രീതിയിൽ നിർത്തിയാൽ ഒരു കുഴപ്പമില്ല. അതാ നമ്മൾ പറയുന്നത്, തണലെന്ന രീതിയിൽ ആ മരങ്ങൾ നിൽക്കട്ടെ. മരങ്ങൾ ഒരിക്കലും അടിയെ മുറിച്ചിട്ട് അവിടെ അടിച്ച് തകർക്കണം എന്ന് പറയുന്നില്ല. നമ്മുടെ കാഞ്ഞങ്ങാട് കാണിച്ച പോലെ ഒന്നും ചെയ്യാൻ നമ്മൾ പറയുന്നില്ല. അല്ലപ്പ കാഞ്ഞങ്ങാട് മറ്റേ ആ റോഡിന്റെ സൈഡിൽ ഇവിടെ ഫുള്ള് ഇപ്പൊ കാഞ്ഞങ്ങാട് നിന്ന് കഴിഞ്ഞാൽ അമ്മാതിരി ചൂടാണ്, നമുക്കറിയാം. ഞാൻ പറയാം, ഇപ്പൊ ഒരു മരങ്ങളിലേക്ക് നമ്മളെ ചെറുപുഴ ടൗണിലായാലും ആ മോളിത്തെ ബസാറിലായാലും ഡ്രൈവർമാർ ഇരിക്കുന്ന ആ പൊരി വെയിലത്താണ്. അതെ, ഞാൻ പറയുന്നത് കേട്ടാ, നമ്മൾ പറയുന്നത് മരങ്ങൾ നശിപ്പിക്കണമെന്നല്ല. ഈ മരങ്ങൾ ഇപ്പൊ ഞാൻ പറയുന്നത്, ഈ മഴയ്ക്ക് മുമ്പ് മരങ്ങൾ വട്ടം മുറിച്ച് അല്ല ആ വെട്ടി ഒതുക്കി നമുക്ക് മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാകും, ലൈൻ കമ്പിയുടെ പുറത്ത് വീഴാതെ. കാരണം നമ്മൾ ഒരു മരം ഒടിഞ്ഞ് ലൈൻ കമ്പിയുടെ പുറത്ത് വീണ് കഴിഞ്ഞാൽ അന്നത്തെ അത്രയും ആൾക്കാരുടെ പണി കഷ്ടപ്പാട്, അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കടക്കാർ തൊട്ട് അല്ലാത്തവർ, കറണ്ട് ഇല്ലെങ്കിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണേണ്ട കാര്യങ്ങളാണ്. ഇത് വന്നതിന് ശേഷം കാണാൻ പോകുന്നതാണ് നമ്മുടെ വന്നതല്ല. ഇതല്ല പ്രശ്നം. ഇപ്പം വാഹനങ്ങളോ ഇതല്ല, മനുഷ്യന്റെ ജീവൻ പോയാൽ ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. അതല്ല കാര്യമായിട്ട് നോക്കേണ്ടത്, മനുഷ്യ ജീവന്റെ കാര്യം. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതേ ഉള്ളൂ. മഴയ്ക്ക് മുമ്പ് നമ്മൾ ഇത്ര ആവശ്യപ്പെടുന്നു, മഴയ്ക്ക് മുമ്പ് ഈ മരങ്ങളുടെ എകരങ്ങൾ കൊത്തി നല്ല കണ്ടീഷനാക്കി അപകടമില്ലാത്ത രീതിയിൽ നിലനിർത്തുക. ഞാൻ പറയുന്നത്, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ഇടിഞ്ഞു വീണ് എന്ന ഒരു സ്ത്രീ മരിച്ചു. അപ്പൊ ഇതേപോലെ എന്തെങ്കിലും ആരെങ്കിലും മരിച്ചിട്ട് അവർക്ക് സഹായവും ജോലിയും കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഇത് വരാതിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത്. അത് ശരിക്കും സർക്കാരിനെ ഭരിക്കുന്നവരല്ലേ നമ്മൾ പറഞ്ഞത്. കാരണം അറിയാം, ഈ ഉദ്യോഗസ്ഥന്മാരാണ് നോക്കേണ്ടത്. വീട് ഉദ്യോഗസ്ഥന്മാർ നോക്കണം ഇത് എന്തെല്ലാം വരുന്നുണ്ട്. ഇത് പിന്നെ പൊളിച്ചു മാറ്റേണ്ട കെട്ടിടം പൊളിച്ചു മാറ്റണം, ഇതെല്ലാം ഇവരാ നോക്കണ്ടേ. എവിടെയെങ്കിലും ഇരിക്കുന്ന മന്ത്രിക്ക് നോക്കാൻ പറ്റില്ല, ഇവരല്ലേ ഇത് കൊടുക്കേണ്ടത്. കൃത്യമായിട്ട് അപ്പൊ അവരെ അറിയില്ല.
പക്ഷെ അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് മന്ത്രിമാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ നോക്കുന്ന കാര്യമല്ല. പിന്നെ നമ്മളെ ആ പ്രദേശവാസികൾക്ക് ഒരു കൈയുണ്ട്. പക്ഷെ സുരേഷിന്റെ കടയുടെ മുമ്പിൽ ഈ പിന്നെ മരം നിൽക്കാൻ തുടങ്ങി. ഞാൻ ആ ആശുപത്രി പോകുന്ന സമയത്ത് അവിടെ വന്നപ്പോ ആ മരം അവിടെ നിൽക്കുന്ന കണ്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ കണ്ട കാഴ്ചപ്പെടുന്ന വെച്ചാല് ഓട്ടോറിക്ഷക്കാരൻ അതിന്റെ ചോട്ടിട്ടിട്ടുണ്ട്. നല്ല കളറുണ്ട്, എല്ലാരും അവിടെ ഇരിക്കുന്നുണ്ട്, നല്ല സുഖല്ലേ. അപ്പം അതിന്റെ അകത്ത് വേറെ വിഷയമുണ്ട്. ഒന്നും വേറെ ഇതിനു മുമ്പ് ഈ എന്റെ കടയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന മരം കൊത്താൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോ ഇന്ന് ഇതേ ടീമുകൾ തന്നെയാണ് അന്ന് പറ്റില്ല എന്നും പറഞ്ഞ കമ്പ് ഇറക്കാൻ പറ്റില്ല, തണല് പോകുന്നു പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് തന്നെയാണ്. അതിന്റെ ഉണ്ട്, അങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ ഉണ്ടെന്നേ. അത് കണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് കണ്ടു കഴിഞ്ഞാൽ ആ മരത്തിന്റെ കമ്പ് കൊത്താൻ ആരും സമ്മതിക്കൂല. അമ്മയെ തലയിൽ 2 വശം കൊണ്ട് പറഞ്ഞില്ലേ, അതന്നെ കാര്യം. അതാ കറക്റ്റ്. അറിഞ്ഞോ, ആഴ്ചയിൽ 500 രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് നേഴ്സാകാം. 100% ജോലി ഉറപ്പോടുകൂടി. 1/4 നൂറ്റാണ്ടിന്റെ വിജയത്തിളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ. പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം. 100% പ്രാക്ടിക്കലോടുകൂടി ഓൺലൈനായും പഠിക്കാം. അഡ്മിഷൻ തുടരുന്നു. 2 വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും 1 വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ്. സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ. ഫോൺ നമ്പർ 9446007032, 9947771550, 8606897907.